ഉട്ടോളി വീട്ടിലെ ആനക്കാർക്ക് ആനയെ എങ്ങനെ നോക്കണമെന്നറിയാം. അഥവാ അറിയില്ലെങ്കിൽ അവർക്ക് പുറത്തേക്കായിരിക്കും വഴി. അക്കാര്യങ്ങളിലെല്ലാം വലിയ കണിശക്കാരനാണ് കൃഷ്ണൻകുട്ടി. ഉട്ടോളി പ്രസാദ് എന്ന ഈ 30-കാരന് നല്ലതാണെന്നോ മോശമാണെന്നോ തറപ്പിച്ച് പറയാൻ കഴിയാത്ത ഒരു ഭൂതകാലമുണ്ട്. കേൾക്കുന്നവർ വേണം ഒരു തീരുമാനത്തിലെത്താൻ. തലയെടുപ്പും ഗാംഭീര്യവും ഒക്കെയുള്ള ഈ കൊമ്പൻ ബീഹാറിയാണ്. കാടിൻ്റെ വന്യമായ സൗന്ദര്യം ഉടലിൽ പേറുന്ന ആനകളാണ് ബീഹാറി ആനകൾ. കേരളത്തിൽ ഇവൻ എത്തിയിട്ട് വർഷം 26 കഴിഞ്ഞു. അതായത് 4 വയസ്സുള്ളപ്പോൾ ഇവിടെ എത്തിയതാണ്. തൃശ്ശൂരിലെ പ്രമുഖ തടി വ്യാപാരിയായ ഈനാശുവാണ് ഇവനെ കൊണ്ടുവരുന്നത്. ന്യൂ കേരള ടിമ്പേഴ്സ് എന്ന തടിമില്ലിൽ ബാല്യവും യൗവനവും കുട്ടിച്ചട്ടമെല്ലാം പഠിക്കുന്നത് അവിടെ വെച്ച്. ശൈശവത്തിൽ തന്നെ ഭാവിയിൽ ഒരു വാഗ്ദാനമാകുമെന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇവൻ കാണിച്ചിരുന്നു. ഉത്സവങ്ങൾക്ക് കൊണ്ടുപോകാമെന്നായപ്പോൾ പൂരങ്ങൾക്കും മറ്റുമെല്ലാം ഉത്സാഹിച്ചു. അതിനിടയിൽ എപ്പോഴോ ഒരു പിശക് പറ്റി. പ്രസാദിനല്ല, ഈനാശുവിന്. ഈനാശു പാട്ടത്തിൻ്റെ പേരിൽ ബുക്കിംഗ് ഏജൻറ്റുമാരുമായി തെറ്റി. 2 കൂട്ടരും അയഞ്ഞില്ല. പ്രസാദിന് ഉത്സവങ്ങൾ കുറഞ്ഞു. ഏറെ നേരവും തടിമില്ലിൽ തന്നെ. അവിടുത്തെ പണിക്കാർക്കൊപ്പം കുശലങ്ങളും തമാശയും ഒക്കെയായി അവനങ്ങ് കൂടി. ഇതിനിടയിൽ ഈനാശു ഒരു കാര്യം കണ്ടെത്തി. പ്രസാദ് തടിമില്ലിൽ നിൽക്കുമ്പോൾ നല്ല കച്ചവടമാണ്. വല്ലപ്പോഴും പുറത്തു പോകുമ്പോൾ അത് കുറയുന്നു. എങ്കിൽ പിന്നെ അതും വേണ്ട, ഈ ഭാഗ്യനിധി പണിയെടുത്ത് എന്തായാലും തൻ്റെയും തൻ്റെ കുടുംബത്തെയും പുലർത്തണ്ട എന്ന് ഈനാശു തീരുമാനിച്ചു. പ്രസാദ് മില്ലിൽ നിന്നാൽ മതി, ഇവിടുത്തെ പണി പോലും ചെയ്യണ്ട. സംഗതി എങ്ങനെയുണ്ട്? രാവെന്നോ പകലെന്നോ ഇല്ലാതെ പണിയെടുക്കുകയും പോരാത്തതിന് തല്ല് മേടിക്കുകയും ചെയ്യുന്ന ഹതഭാഗ്യന്മാർക്ക് ഈ കഥ കേൾക്കുമ്പോൾ അതിശയം തോന്നാം. ദീർഘനിശ്വാസങ്ങൾ പൊഴിക്കാം. ഓരോരുത്തരുടെ ഭാഗ്യമേ എന്ന് തട്ടിമൂളാം. ഇതിനൊക്കെ തലയിൽ വരെ വേണമെന്ന് പറയാം. എന്തായാലും ആവശ്യത്തിന് ആരോഗ്യവും പണി ചെയ്യാൻ ഉത്സാഹവുമുള്ള ഒരു ആനയെ വെറുതെ ഒരിടത്ത് നിർത്തുന്നത് മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ ചില അപാകതകളുള്ള കാര്യമാണ്. എന്നാൽ എല്ലാ ലാഭനഷ്ടങ്ങളും അറിയേണ്ട ഈനാശുവിന് അതൊരു പ്രശ്നമായി തോന്നിയില്ല. അവൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തടി പിടിക്കട്ടെ, അല്ലെങ്കിൽ അതിന് നിർബന്ധിക്കേണ്ട. ഈനാശു എല്ലാവർക്കും നിർദ്ദേശം നൽകി. പ്രസാദ് അങ്ങനെ പുറത്തിറങ്ങി വെയിലും മഴയും ഒന്നും കൊള്ളാത്ത ഒരാനയായി ന്യൂ കേരള ടിമ്പേഴ്സിനുള്ളിൽ കഴിഞ്ഞു. പുറത്ത് പൂരങ്ങൾക്ക് തിരുവമ്പാടി ചന്ദ്രശേഖരനും ഉട്ടോളി രാജശേഖരനും പാമ്പാടി രാജനുമെല്ലാം വർണ്ണവൈവിധ്യങ്ങൾ പേറി ആരാധകരെ സൃഷ്ടിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇതൊന്നും അറിയാതെ ഏതോ അന്യഗ്രഹ ജീവിയെപ്പോലെ ന്യൂ കേരള ടിമ്പേഴ്സിനുള്ളിൽ ഇവൻ അങ്ങനെ കഴിഞ്ഞു. ഈനാശുവിന് ഇവനോട് അക്കാലത്തിനിടയിൽ യാതൊരു അനിഷ്ടവും തോന്നിയിട്ടില്ല. ഭക്ഷണത്തിന് ഭക്ഷണം, വിശ്രമത്തിന് വിശ്രമം, അങ്ങനെ ഒരു രാജകുമാരനെ പോലെ ഇവൻ കഴിഞ്ഞു. ഈനാശു എന്ന തടി വ്യാപാരിക്ക് അഭിവൃദ്ധിയുടെ വസന്തമായിരുന്നു അക്കാലമത്രയും. തൊടുന്നതെല്ലാം വെട്ടിത്തിളങ്ങുന്ന 100 മേനി, ഒരു മണിയുടെ പോലും നഷ്ടമില്ല. ആ സംഭവങ്ങളെല്ലാം ഈനാശുവിൻ്റെ വിശ്വാസത്തെ അഷ്ടബന്ധക്കൂട്ടിൽ ഉറപ്പിച്ചു. ഇതിനിടെ ന്യൂ കേരള പ്രസാദ് എന്നറിയപ്പെട്ടിരുന്ന ഇവൻ്റെ ശരീരം വല്ലാതെ ചടച്ച് തൂങ്ങി, കൊമ്പുകൾ നീണ്ടു വളർന്നു. ഈനാശു ഇവൻ്റെ രോമത്തിൽ പോലും തൊട്ടില്ല. അങ്ങനെ വർഷങ്ങൾ പലതും കടന്നുപോയി. ഈനാശുവിന് തടിമില്ല് നടത്തിക്കൊണ്ടു പോകുവാനുള്ള ആരോഗ്യസ്ഥിതി കുറഞ്ഞു. കച്ചവടത്തിൽ നിന്നും പ്രായേണ ഒഴിയാനുള്ള തീരുമാനവും എടുത്തു. അന്നേരവും പ്രസാദിനെ ഒഴിവാക്കാനുള്ള ചിന്തയില്ലായിരുന്നു. ഒടുവിൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി പതിറ്റാണ്ടോളം ഒരു പണിയും എടുപ്പിക്കാതെ വളർത്തിയ ആനയെ ഏറെ വേദനയോടെ ഈനാശു കൃഷ്ണൻകുട്ടിക്ക് കൈമാറി. ഉട്ടോളി തറവാട്ടിലെത്തിയ ശേഷം പ്രസാദിന് ശരിക്കും ഒരു 2ാം ജന്മമാണ് കിട്ടിയത്. കൃഷ്ണൻകുട്ടി പ്രസാദിനെ ഒരു ഉട്ടോളിക്കാരനാക്കി മാറ്റി. നീണ്ട് നിലമുട്ടാറായി കിടന്ന കൊമ്പുകളെ അധികാരികളുടെ അനുമതിയോടെ ചീകി ഒതുക്കി. ദുർമേധസ് നിറഞ്ഞ ശരീരത്തിന് വേണ്ട പണികൾ ചെയ്യിപ്പിച്ചു. നല്ല ലക്ഷണമുള്ള ആനയായതിനാൽ ഉത്സവപ്പറമ്പുകളിലേക്കും പറഞ്ഞുവിട്ടു. വർഷങ്ങൾക്ക് ശേഷം ഉട്ടോളിയിലെ ജീവിതം പ്രസാദിനെ ഉന്മേഷവാനാക്കി മാറ്റിയിട്ടുണ്ട്. ഈനാശുവിൻ്റെ സ്നേഹം അതിരുകടന്ന ജീവിത സുഖങ്ങളാണ് നൽകിയതെങ്കിൽ കൃഷ്ണൻകുട്ടി ഇവനെ മറ്റൊരാനയാക്കി മാറ്റുകയാണ്. ഉട്ടോളി ശിവനും പ്രസാദും ഈ ഭവനത്തിലേക്ക് ഇപ്പോൾ ആഹ്ലാദം നിറയ്ക്കുകയാണ്. വീട്ടുകാരുടെ സ്നേഹം കിട്ടുവാൻ ഇവർ മത്സരിക്കുകയാണ്. മതപ്പാട് കാലത്തും തികഞ്ഞ ശാന്തത പുലർത്തുന്ന ഇവരുടെ നീരുകാലം ഓഫ് സീസണിൽ തന്നെയാണ്. ആനകളെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന കൃഷ്ണൻകുട്ടിക്ക് ഇവരുടെ സാന്നിധ്യം വലിയൊരാശ്വാസമാണ്. വാക്കുകൾക്കുള്ളിൽ ഒതുങ്ങാത്ത ആനന്ദമാണ്. ഈ മുറ്റത്ത് എപ്പോഴും ആനകളുണ്ടാകും.
കുട്ടോളി തറവാടെന്ന് പറഞ്ഞാൽ അത് ആനകൾ കൂടി ചേരുമ്പോഴേ പൂർണ്ണമാകും. ഇവർക്ക് എല്ലാ ഭാവുകങ്ങളും നേരാം.